2026 കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസിനകത്ത് തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് അവർ സത്യപ്രതിജ്ഞയുടെ തീയതി വരെ നോക്കി കുറിക്കുകയാണ്. അതുപോലെ ആര് മന്ത്രിയാകും, ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിൽ മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കി വോട്ടാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചല്ല ചർച്ച. ആര് മന്ത്രിയാകും, ഏത് വകുപ്പ് കൈയാളും, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കോൺഗ്രസ്സുകാരുടെ ചിന്തയും പോക്കുമൊക്കെ. എന്നാൽ ആ മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മണ്ഡലം ഏത് തരത്തിൽ പിടിച്ചെടുക്കും, അവിടെ BJP എത്രത്തോളം കടന്നു കയറും, അല്ലെങ്കിൽ CPM-ന് എതിരായിട്ട് എത്രത്തോളം വോട്ടുകൾ പോകും, ഏതെല്ലാം ഭാഗങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടാകും, ഇതൊന്നുമല്ല അവർ ചർച്ച ചെയ്യുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന അമിത പ്രതീക്ഷ പലപ്പോഴും കോൺഗ്രസിനെ അപകടത്തിലേക്ക് നയിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും ഈ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം, കേരളത്തിൽ 2026 UDF-ന് അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഇത് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരുടെ കൂടി വിലയിരുത്തലാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താലും ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് കൂടി വന്നു കഴിയുമ്പോൾ എത്രത്തോളം UDF-ലേക്ക് മാറുമെന്നുള്ളതും BJP എത്രത്തോളം വോട്ട് നേടും അല്ലെങ്കിൽ എത്ര സീറ്റ് പിടിക്കും എന്നുള്ളതും അറിയാൻ കഴിയും. BJP വോട്ട് വിഹിത വർധനവെന്നുള്ളത് ഒന്നില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് വലിയ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. കോൺഗ്രസിനകത്ത് ധാരാളം പേരുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, K സുധാകരനുണ്ട്, K മുരളീധരനും പിന്നോട്ടില്ല. അതുപോലെ തന്നെ ഇനി ഇവരാരും പോരാഞ്ഞിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി അവിടുന്ന് KC വേണുഗോപാലിനെയും കെട്ടിയിറക്കും. അവസാനം അതായിരിക്കും സംഭവിക്കുക. ഇനി VD സതീശൻ മുഖ്യമന്ത്രിയായാൽ, VD സതീശൻ മുഖ്യമന്ത്രി ആകില്ല, തോക്കും എന്ന് വരെയാണ് നമ്മുടെ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെല്ലാം മന്ത്രിസ്ഥാനങ്ങളിലേക്ക് വരും എന്നുള്ളത് നോക്കാം. ഇപ്പൊ VD സതീശനാണ് മുഖ്യമന്ത്രി ആകുന്നതെങ്കിൽ രമേശ് ചെന്നിത്തല ഒരു മന്ത്രിയായിട്ട് VD സതീശന്റെ കീഴിൽ നിൽക്കുമോ? VD സതീശനേക്കാൾ മുതിർന്ന നേതാവാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇക്കുറി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ കഴിയില്ല എങ്കിൽ അടുത്ത ഒരു തവണ വരെ കാത്തിരുന്നാലും നടക്കുന്ന കാര്യമല്ല. അടുത്ത തവണ UDF അധികാരത്തിൽ വരണമെന്നില്ല, UDF ഉണ്ടാകണമെന്ന് തന്നെ ഇല്ല, കോൺഗ്രസും ഉണ്ടാകണമെന്ന് തന്നെ ഇല്ല എന്നുള്ളതാണ്. അതുമല്ല, രമേശ് ചെന്നിത്തലയുടെ വിരമിക്കൽ പ്രായവും ആകുമെന്നുള്ളതാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഒരു മന്ത്രിസ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് അതൊരു പുനർവിചിന്തനം നടത്തേണ്ട കാര്യം തന്നെയാണ്. കാരണം ചെന്നിത്തലയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് ഒരിക്കലും VD സതീശന്റെ കീഴിൽ മന്ത്രിയായിട്ടിരിക്കില്ല. അതുപോലെ മറ്റൊരാൾ, അത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന പേരാവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന മലബാർ ബെൽറ്റിൽ ഉള്ള ഒരു കോൺഗ്രസ് നേതാവാണ് സണ്ണി ജോസഫ്. ക്രൈസ്തവ മുഖം കോൺഗ്രസിലെ കൂടുതലായിട്ട് അടുപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നീക്കമായിരുന്നു സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. 2011-ലും 2016-ലും 2021-ലും പേരാവൂരിൽ നിന്ന് വിജയിച്ചു വന്ന സണ്ണി ജോസഫ് ഒരു മന്ത്രിയായിരിക്കും. അതുപോലെ തന്നെ KPCC അച്ചടക്ക സമിതി ചെയർമാനായ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് തന്നെയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും പല വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്ന തിരുവഞ്ചൂരും തീർച്ചയായിട്ടും അദ്ദേഹം കോട്ടയം മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഭയന്നാണ് കോട്ടയത്ത് നിന്ന് VN വാസവൻ ഏറ്റുമാനൂരിൽ പോയി നിന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തായാലും ഒരു മന്ത്രിയായിരിക്കും. അതുപോലെ തന്നെ വണ്ടൂരിൽ നിന്ന്, വണ്ടൂർ എപ്പോഴും സംവരണ മണ്ഡലമാണ്, അവിടെ AP അനിൽകുമാർ മുൻ മന്ത്രിയാണ്, കൂടാഞ്ഞിട്ട് പിന്നാക്ക വിഭാഗത്തിന്റെ പ്രതിനിധിയാണ്,
KC വേണുഗോപാലിന്റെ വിശ്വസ്തനുമാണ്. അദ്ദേഹം ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നാക്ക വിഭാഗ വകുപ്പായിരിക്കണമെന്നില്ല, അതിനേക്കാൾ മേലെയുള്ള വകുപ്പായിരിക്കും കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരാൾ അടൂർ പ്രകാശാണ്. ഇപ്പോൾ ആറ്റിങ്ങൽ MP-യും പിന്നെ UDF കൺവീനറും കൂടെ ആയിട്ടുള്ള അടൂർ പ്രകാശ്. അടൂർ പ്രകാശിനെ എന്തായാലും കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം UDF-നകത്തുള്ള ഈഴവരുടെ ഒരു പ്രാതിനിധ്യം അതില്ല എന്നുള്ള രീതിയിൽ തന്നെ വെള്ളാപ്പള്ളി വളരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അടൂർ പ്രകാശിന് കോന്നിയിൽ നിന്ന് ഇവരെ ആറ്റിങ്ങൽ കൊണ്ടുപോയത് കോൺഗ്രസിനുണ്ടായ ഒരു വലിയ പിടിപ്പുകേടാണ്. ഈ 2004 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയും മന്ത്രിയായിട്ടും ഇരുന്നിട്ടുള്ള പിന്നെ നേതാവാണ് അടൂർ പ്രകാശ്. അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് തന്നെ ആയിരിക്കും നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോവുക. അടൂർ പ്രകാശും ഒരു മന്ത്രിയാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ അടുത്തത് സിദ്ദിഖാണ്. സിദ്ദിഖ് കൽപ്പറ്റയെ പ്രതിനിധീകരിച്ചിരിക്കുന്ന MLA ആണ്. അത് കോൺഗ്രസിലെ ഒരു മുസ്ലിം മുഖമാണ്. കോൺഗ്രസിനകത്ത് എപ്പോഴും അങ്ങനെ ഒരു മുസ്ലിം ഫേസ് ഉണ്ടാകും. ഇപ്പൊ നമുക്കറിയാം ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിൽ നിന്ന് വിജയിച്ചു വന്ന് ആര്യാടൻ മുഹമ്മദും ലീഗും തമ്മിൽ എപ്പോഴും വലിയ കശവിശയായി. ആര്യാടൻ മുഹമ്മദിന് ഒരു മതേതര സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആര്യാടന് അത്തരത്തിലുള്ള ആര്യാടൻ എപ്പോഴും നിലമ്പൂരിന് ഒരു പ്രിയപ്പെട്ടവനുമായിരുന്നു. സിദ്ദിഖും ഇത്തരത്തില് ഒരു ക്രൈസ്തവ ഒരു മുഖം കൂടിയാണ്. അദ്ദേഹം 2021 ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കോൺഗ്രസിലെ ഒരു മുസ്ലിം മുഖമായതുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം അർഹിക്കപ്പെടുന്നുണ്ട്. ഇത്രയും പേരെന്തായാലും കോൺഗ്രസിൽ നിന്ന് മന്ത്രിമാരാകുന്നവരുടെ പട്ടികയിൽ തന്നെ നിൽക്കുകയാണ്. ആകെ 21 മന്ത്രിമാരാണുള്ളത്. ഇപ്പോൾ LDF-ൽ നിന്ന് പല ഘടകകക്ഷികളും UDF-ലേക്ക് വരാനുള്ള നീക്കം തുടങ്ങി. കേരള കോൺഗ്രസും മാണിയായാലും RJD ആയാലും ഇവർക്കെല്ലാം തന്നെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും ചെയ്യും UDF. അതിൻ്റെതായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ പിന്നാമ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ PK കുഞ്ഞാലിക്കുട്ടി പല രഹസ്യ നീക്കങ്ങളും നടത്തുന്നുണ്ട്, പല ഘടകകക്ഷികളെയും UDF-നകത്തേക്ക് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞ് മുന്നണി വിപുലീകരണം കൂടെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് കോൺഗ്രസിനേക്കാൾ കൂടുതലായിട്ട് മുസ്ലിം ലീഗാണ് അക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അവർക്ക് കാരണം എന്ന് വെച്ചാൽ ഭരണത്തിൽ വരണം. ഒരുപക്ഷെ ഘടകകക്ഷികളുടെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ മന്ത്രിമാരുടെ അംഗസംഖ്യ കൂട്ടുമെന്ന് തോന്നുന്നില്ല. ലീഗ് തന്നെ ചിലപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് അല്ലെങ്കിൽ കോൺഗ്രസും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും. ചിലപ്പോൾ തയ്യാറായി എന്നും വരാം. 2011 മുസ്ലിം ലീഗ് കാണിച്ചിട്ടുള്ള 5-ാം മന്ത്രി പോലെയുള്ള തരത്തിലുള്ള വിലപേശലിനൊന്നും ഒരുപക്ഷെ ഇക്കുറി തയ്യാറാകത്തില്ല. കാരണം പല ഘടകകക്ഷികളുമായിട്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അധികാരത്തിലേക്ക് വരികയാണ്. കാരണം UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇവർക്ക് ഈ BJP കേരളത്തിൽ വലിയ ഒരു ഇടം പിടിക്കുന്നത് കൊണ്ട് എങ്ങാനും പതർച്ച ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ഈ ഘടകകക്ഷികളെ കൂടെ ചേർത്ത് മുന്നണി വിപുലീകരിക്കുന്നതിൽ നേതൃത്വം കൊടുക്കുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ UDF-ന്റെ മൊത്തത്തിലുള്ള പ്രതീക്ഷയാണ് ഈ ഇത്തരത്തിലുള്ള പാർട്ടിക്കകത്തുള്ള ചില കണക്കുകൂട്ടലിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് വരാൻ പോകുന്ന മന്ത്രിമാരുടെ പട്ടിക എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തതും.